ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ഗീതുവിനെയാണ്. അപ്പോൾ ഗീതുവും പ്രിയ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയല്ലായിരുന്നോ. അങ്ങനെ ആ ഒരു ഫയല് കയ്യിൽ നിന്ന് താഴെ വീണു. ആ ഒരു ഫയല് താഴെ വീണ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു അതങ്ങ് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗീതു അതെടുത്തു പെട്ടെന്നൊന്ന് നോക്കി ഏതായാലും നമ്മുടെ ഗീതുവിന് സത്യങ്ങളൊക്കെ ആ ഫയലിൽ നിന്നും മനസ്സിലാവുകയാണ്. രഞ്ജുവിൻ്റെ അമ്മയും ഗോവിന്ദൻ്റെ അമ്മയും ഒന്നാണെന്നുള്ള ആ ഒരു സത്യം, രണ്ടുപേരുടെയും അമ്മ വിജയലക്ഷ്മി സുബ്രഹ്മണ്യമാണെന്നുള്ളൊരു ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടതും വല്ലാത്ത ഷോക്കായിപ്പോയി. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ഗീതു. എന്ത് ചെയ്യണമെന്ന് ഗീതുവിനറിയില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് സത്യമാണോ, ഇതിനിപ്പം സ്വപ്നമാണോ എന്നൊരർത്ഥത്തിലാണ് നമ്മുടെ ഗീതു നിൽക്കുന്നത് കേട്ടോ. അപ്പം ഗീതു ഒന്നും കൂടെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നു. അങ്ങനെ അജാസ് അത് നിർബന്ധിച്ചാണ് തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അപ്പോൾ ആ കാര്യമൊക്കെ ഓർക്കുക, ഇത് കൊണ്ടുപോയി ഇടയ്ക്ക് ഇതൊക്കെ വെച്ച് നോക്ക്, ബോറടിക്കുമ്പോൾ ഇതൊക്കെ എടുത്തു വെച്ച് നോക്കെന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ ഓർക്കുക. അപ്പം അജാസ് ഇത് അറിഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ തന്നതാണെന്നും ഇത് സത്യമാണെന്നും ഉറച്ച് വിശ്വസിക്കുകയാണ് നമ്മുടെ ഗീതു. അവിടെ ഗീതു സത്യം പറഞ്ഞാൽ തകർന്നു പോകുന്നു. വല്ലാത്തൊരു ഫീലിങ്സിൽ നിൽക്കുന്ന ഒരു ഗീതുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണോ, എന്താ പറയുക, താൻ എന്ത് ചെയ്യണം, താൻ ഇത്രയും നാളും ഇതെല്ലാം അറിയാതെ പോയല്ലോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഈശ്വര, ഇതെനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ആ ഒരു അർത്ഥത്തിലാണ് നമ്മുടെ ഗീതു നിൽക്കുന്നത് കേട്ടോ. ആ ഗീതുവിനെ കാണിക്കുന്നു. അതിനോടൊപ്പം തന്നെ വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിനെ കാണിക്കുക. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിൻ്റെ മുന്നിൽ രഞ്ജു വന്നിട്ട് ഏട്ടൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എവിടെയാണെന്നറിയാതെ ടെൻഷനാകുകയാണെന്നാണ് തോന്നുന്നത്. ഗീതു എന്താ ഏട്ടനോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഏട്ടൻ അറിഞ്ഞാൽ സത്യത്തിൽ ഏട്ടൻ എന്നെ വെറുക്കും. എന്താ അമ്മ ഞാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിയോട് ചോദിക്കാം. വിജയലക്ഷ്മിയാണ് ആകെ ടെൻഷനിലിരിക്കുക. അങ്ങനെ വിജയലക്ഷ്മി പറഞ്ഞു, ഞാനിപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. അവൾ അറിയാൻ ആഗ്രഹിച്ച ആ ഒരു രഹസ്യം ഞാൻ പറഞ്ഞില്ലല്ലോ. അവൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെ തന്നെയാണ്. ഇപ്പം മകനും മരുമകളും എന്നെ ശത്രുസ്ഥാനത്താണ് കാണുന്നത്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. വല്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഗീതുവിനോട് ചെയ്ത തെറ്റ്, ആ തെറ്റിന് ദൈവം എനിക്ക് മാപ്പ് തരുമോ? നിന്നെ തിരിച്ചു തന്ന അവൾ, അതുപോലെ നമ്മുടെ ജീവിതം നല്ല രീതിയിലാകാൻ ആഗ്രഹിച്ച അവൾ, അതൊക്കെ മറന്നുകൊണ്ട് ഞാൻ അവളെ വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിയിട്ടില്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു മഹാപാവിയായി പോയല്ലോ, ഇങ്ങനെ ഒരു ജന്മമായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഗോവിന്ദൻ വിളിക്കുകയാണ് രഞ്ജുവിനെ. അപ്പോൾ രഞ്ജു പറഞ്ഞു, അമ്മേ വീണ്ടും വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കട്ടെ? ഹേയ് വേണ്ട ഒന്നും പറയണ്ട. അല്ല, ഞാൻ ഗീതുവിനെ വിളിച്ചു പറയട്ടെ? വേണ്ട, ഗീതുവിനെ വിളിച്ചു പറയണ്ട. ഗീതു ഇനി നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവളിനി ഒന്നും ചെയ്യത്തുമില്ല. കാരണം അവളെ ഞാൻ ദ്രോഹിച്ചു, അത്രമാത്രം ദ്രോഹിച്ചു. ഇനി എന്തിനാ വെറുതെ അവളെ ശല്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഗീതുവിൻ്റെ ഫോണിലേക്ക് വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഗീതു എന്താ ഫോട്ടോ ഇട്ടേക്കാണെന്ന് പറഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കുമാണ് ആ ഒരു രേഖകളെല്ലാം നമ്മുടെ ഗീതു വിജയലക്ഷ്മിക്ക് അയച്ചു കൊടുത്തു. ഏതായാലും വിജയലക്ഷ്മി പറയാതെ തന്നെ ഗീതു എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് നമ്മുടെ വിജയലക്ഷ്മിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന നമ്മുടെ വിജയലക്ഷ്മി, അങ്ങനെ രഞ്ജു ചോദിച്ചു, എന്താ അമ്മേ എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ ഗോവിന്ദൻ്റെ അമ്മയാണെന്ന് അവൾ അറിഞ്ഞു. ഞാൻ പറയാതെ തന്നെ അവളതറിഞ്ഞു. അതെങ്ങനെ സംഭവിച്ചു അമ്മേ എന്നിങ്ങനെ ചോദിച്ചു. അവൻ്റെ SLC ബുക്കിൽ അമ്മയുടെ സ്ഥാനത്ത് എൻ്റെ പേരാ അവൾ കണ്ടെത്തി. ഇനി അവൾ വെറുതെ ഇരിക്കില്ല, അവൾക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞു. രഞ്ജു ആകെപ്പാടെ ഞെട്ടിപ്പോയിട്ടോ. അങ്ങനെ വിജയലക്ഷ്മി പറഞ്ഞു, ഗോവിന്ദൻ്റെ പെറ്റമ്മയാണെന്ന സത്യം ഞാൻ മറച്ചു വെച്ചില്ലേ, അത് മറച്ചു വെച്ചതിന് അവൾ ഒരിക്കലും എന്നോട് പൊറുക്കില്ല മോളെ. അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക, ഞാൻ ഗീതുവിനെ വിളിക്കാം, രണ്ടും കൽപ്പിച്ച് ഞാൻ വിളിക്കാം. അമ്മ ടെൻഷൻ അടിക്കണ്ട അമ്മേ, അമ്മ സമാധാനമായിട്ടിരിക്കുക, എല്ലാത്തിനും ഒരു പരിഹാരമാർഗ്ഗം ഉണ്ടാകും അമ്മേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഏതായാലും നമ്മുടെ രഞ്ജു ഗീതുവിനെ ഫോൺ വിളിക്കാൻ തുടങ്ങി. ഏതായാലും ഫോൺ വിളിച്ചിട്ട് നമ്മുടെ ഗീതു എടുക്കുന്നില്ല കേട്ടോ. ഗീതു ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ രഞ്ജു പറഞ്ഞു, അമ്മേ ഫോൺ ഗീതു കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അയ്യോ, ഇനിയിപ്പോൾ അവൾ ഇതിനകം ഈ കാര്യം ഗോവിന്ദനോട് ചോദിച്ചു കാണുമോ? അതാണോ ഗോവിന്ദൻ മോളെ വിളിക്കുന്നത്? ആകെപ്പാടെ ടെൻഷനായല്ലോ മോളെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഗോവിന്ദൻ അറിഞ്ഞാൽ അവനെ ഓർക്കും ഞാനാ അത് അവളോട് പറഞ്ഞതെന്ന്. ഗീതു അറിഞ്ഞു എന്ന് ഇതൊക്കെ ഗീതു അറിഞ്ഞു എന്നറിഞ്ഞാൽ അവൻ ഒട്ടും സഹിക്കില്ല.
അമ്മേ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? എല്ലാത്തിനും കൂട്ടു നിന്നാലേ ഇനി എന്നെയും വെറുക്കും അമ്മയെന്ന് പറഞ്ഞപ്പം എല്ലാത്തിനും കാരണക്കാരി ഞാനാ, വേറെ ആരും ഈ കുറ്റം ഏറ്റെടുക്കണ്ട. ദേ ദേ വൈകിയാണെങ്കിൽ നിനക്ക് കിട്ടിത്തുടങ്ങിയ ഏട്ടൻ്റെ സ്നേഹം അത് ഞാൻ കാരണം ഇല്ലാതാവില്ലേ? ദേ ശപിക്കപ്പെട്ട ജന്മമായി പോയി മോളെ എൻ്റേത്, വെറും ശപിക്കപ്പെട്ട ജന്മം. എന്താ ചെയ്യേണ്ടതെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. മോളെ ഏതായാലും ഇവിടെ നിൽക്കണ്ട, എന്നെ വിട്ടു പൊക്കോ. എന്നെ വെറുക്കുന്നുവെന്ന് മോള് അവൻ്റെ അടുത്ത് പോയി പറയ്, അതാ നല്ലത്. അവന് നിന്നെ സ്വീകരിച്ചോളും. അല്ലാതെ മോളിവിടെ നിന്ന് മോളുടെ ജന്മം പാഴാക്കി കളയണ്ട. നിനക്കിപ്പം വേണ്ടത് എൻ്റെ വാത്സല്യമല്ല, ഒരേട്ടൻ്റെ സംരക്ഷണമാണ്, ഒരു ഏട്ടൻ്റെ സ്നേഹമാണ്, കരുതലാണ്. അതുകൊണ്ട് ദേ മോളിവിടെ നിൽക്കണ്ട, മോള് പൊക്കോ. ദേ അതിനുള്ള തടസ്സം ഈ അമ്മയാ, അതുകൊണ്ടാണ് പറയുന്നത്. ദേ മോള് പൊക്കോ. ദേ എന്തിനാ മോളുടെ ജീവിതം വെറുതെ കളയുന്നത്? ഈ അമ്മ വെറും മഹാപാപിയാ. മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ രഞ്ജുവിന് സങ്കടം സഹിക്കാനാവാതെ വിജയലക്ഷ്മിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. വിജയലക്ഷ്മി ആകെ തകർന്നു പോയൊരു സമയം തന്നെ ആയിരുന്നു അത്. അങ്ങനെ രഞ്ജു പറഞ്ഞു, ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അമ്മേനെ വിട്ടു പോകില്ല, ഇനി ഞാൻ പോവില്ല. ഏട്ടനും ഗീതുവൊക്കെ സാരമില്ല, അവരൊക്കെ എൻ്റെ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മ അങ്ങനെയല്ല. എന്നെ വളർത്തി വലുതാക്കി, എനിക്ക് വേണ്ടതെല്ലാം തന്നു, എന്നെ സംരക്ഷിച്ചു, എന്നെ ചേർത്ത് പിടിച്ചു. എല്ലാവരും തെരുവ് നായ്ക്കളെ പോലെ ആട്ടി ഓടിച്ചപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചത് എൻ്റെ അമ്മയല്ലേ. ആ അമ്മേനെ വിട്ട് ഞാൻ പോകാനോ? ഒരിക്കലുമില്ല, ഞാൻ പോവില്ല എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ അജാസിനെയും ഗീതുവിനെയാണ്. അങ്ങനെ അജാസും ഗീതു ഇങ്ങനെ വണ്ടിക്കകത്ത് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗീതു വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണുള്ളത്. ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗീതു പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ തോൽപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. അജാസ്, എന്നെ വേദനിപ്പിക്കാനും തോൽപ്പിക്കാനും ഒക്കെ കൂട്ടുകൂടി നിൽക്കുന്നവർക്കിടയിൽ കൈ പിടിച്ച് നിർത്തി ധൈര്യം തരുന്നതും വല്ലപ്പോഴും ഒക്കെ എൻ്റെ ജയത്തിൽ കൂട്ടു നിൽക്കുന്നതുമൊക്കെ ഇപ്പം ഇക്ക മാത്രം എൻ്റെ അജാസിക്ക. എനിക്കറിയില്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ദേ ഞാനൊരു കാര്യം പറയാം ഗീതു, ദേ ഇതൊക്കെ അങ്ങ് മറക്ക്. ഇനിയിപ്പം ഇതൊക്കെ ഓർത്തിരുന്നിട്ട് ഒന്നും ഒരു കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ ചിലപ്പോഴൊക്കെ ചിലവരുടെ ഇതായി തീരും. അതൊക്കെ പോട്ടെ, അതൊന്നും സാരമില്ല, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. അല്ല ജാസിക്ക, ഞാൻ ആ SLC ബുക്ക് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും പെട്ടെന്ന് അറിയില്ലായിരുന്നു. അവർക്കിടയിലെ പ്രശ്നം എന്താണെന്ന് ഞാൻ അറിയില്ലായിരുന്നു. ഇതിപ്പോൾ ദേ ഞാനൊരു കാര്യം പറയാം, ഒരു നേരം പോക്കിരാ ഗീതു ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ തുറന്നു നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ പെങ്ങൾ തുറന്നു നോക്കുന്ന ഒരു 50% ചാൻസ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഇത്ര പെട്ടെന്ന്, എൻ്റെ പൊന്ന ജാസിക്ക, അതിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. അതാ ഞാനത് തുറന്നു നോക്കിയതും അത് കാണാനിടയായതുമൊക്കെ. വിജയലക്ഷ്മി അമ്മയാണെന്നുള്ള കാര്യം അത് മറ്റാരോടും പറയാത്തത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ പിന്നിൽ ഇനി എന്തായിരിക്കും? അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമായിരിക്കും. ആ കാരണം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഗീതു അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും അത്. അതുകൊണ്ടാണല്ലോ ഗീതു അറിയാതെ ഇത്രയും നാളും മറച്ചു വെച്ചത്. അതുമല്ല, വലിയ എന്തോ ഒരു അപമാനം തന്നെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോവിന്ദ് സാർ അത് ആരോടും പറയാത്തത്. അങ്ങനെ ഗീതു പറഞ്ഞു, ആരുടെ ഭാഗത്താണ് ന്യായമെങ്കിലും എനിക്ക് ആദ്യം വിജയലക്ഷ്മി അമ്മയും രഞ്ജുവിനെയും പോയി കാണണം. അത് വേണോ ഗീതു? വെറുതെ ചെമ്പകശ്ശേരിയിൽ പോയി വഴക്കിട്ടിട്ട് എന്താ കാര്യം? വേണം, എനിക്ക് കാണണം. എനിക്ക് കാണണം വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിനോട് എനിക്കെല്ലാം പറയണം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ഗീതു, എല്ലാം അറിഞ്ഞു എന്ന് ഗീതു അത് അവരറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിനക്ക് സ്പേസ് ഉണ്ടാകുമോ? അത് പിന്നെ ഞാൻ അമ്മയെപ്പോലെ സ്നേഹിച്ച അവരെന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയണ്ടേ? ഗീതു, നീ സംസാരിക്കേണ്ടത് ഗോവിന്ദ് സാറിനോടാ, അല്ലാതെ വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിനോടല്ല. അത് കഴിഞ്ഞ് നീ വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിനെ കാണണോ ചെമ്പകശ്ശേരി പോകണോ എന്നൊക്കെ തീരുമാനിക്കാം. ആദ്യം ഗോവിന്ദ് സാറിനോടാ എല്ലാം ചോദിക്കേണ്ടത്. എല്ലാ രീതിയിലും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയവർക്ക് മുമ്പിൽ ഞാൻ തല കുനിക്കില്ല ജാസേ, ഒരിക്കലും ഞാൻ കുനിക്കില്ല. അവർക്കെല്ലാവർക്കും മുമ്പിൽ ഞാൻ തല ഉയർത്തിപ്പിടിക്കും എന്നിങ്ങനെ പറഞ്ഞു. അജാസ എന്നല്ല കേട്ടോ, അജാസിക്കാന്നാട്ടോ വിളിക്കുന്നത്. അങ്ങനെ ഗീതു പറഞ്ഞു, ഇതിൻ്റെ തുടക്കം എന്ന നിലയിൽ എനിക്ക് വിജയലക്ഷ്മി അമ്മയെ കാണണം. ഞാൻ തകർന്നിട്ടില്ല എന്ന് എല്ലാവരോടും എനിക്ക് പറയണം. തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. രണ്ടും കൽപ്പിച്ച് ചെമ്പകശ്ശേരിയിലേക്ക് വണ്ടി എടുക്കുക അജാസിക്ക എന്ന് പറഞ്ഞു. ഏതായാലും അജാസിന് വേറെ ഒരു ഇതുമില്ല. നമ്മുടെ ഗീതു പറയുന്ന പോലെ അജാസ് ചെയ്യും. അങ്ങനെ അജാസ് ചെമ്പകശ്ശേരിയിലേക്ക് വണ്ടി എടുക്കുകയാണ്.
ഇതേ സമയം നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രഞ്ജു അങ്ങോട്ടേക്ക് ചെന്നിട്ട് അമ്മേ ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്ന് പറഞ്ഞു. എന്താ മോളെ? ഞാനും അമ്മയും അറിയാതെയും പറയാതെയും ഒക്കെയാണ് ഗീതു ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതെന്ന് ഗോവിന്ദേട്ടനോട് പറയാൻ പോകുക. നമ്മൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് അറിഞ്ഞാൽ ചിലപ്പം ഗോവിന്ദേട്ടൻ നമ്മളെ വെറുക്കും. എൻ്റെ മോളെ ഞാനൊരു കാര്യം പറയട്ടെ, അത് വിശ്വസിച്ചാൽ ചിലപ്പം നിന്നോടുള്ള വെറുപ്പ് ചിലപ്പം മാറി കിട്ടിയേക്കും. അങ്ങനെ ചെയ്യുമോള്, ചിലപ്പം അത് തന്നെയായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. ഈ സമയം നമ്മുടെ ഗീതു വരുവാണ് കേട്ടോ. ഗീതു വന്നു. ഗീതു വന്നതും വിജയലക്ഷ്മി സുബ്രഹ്മണ്യം എന്താ ഗീതുവിനെ ഫേസ് ചെയ്യാൻ അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നത്. അങ്ങനെ ഗീതുവിൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഒന്ന് നോക്കിയിട്ട് താഴേക്ക് കുനിഞ്ഞു നിന്നു കേട്ടോ. നമ്മുടെ രഞ്ജുവും ഉണ്ട്. ഗീതു രണ്ടും കൽപ്പിച്ചാൽ വന്നതെന്ന് ഗീതുവിൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ വിജയലക്ഷ്മിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, ഗോവിന്ദേട്ടൻ നിങ്ങളുടെ മകനാണെന്ന് എന്തുകൊണ്ടാണ് എന്നോട് നിങ്ങൾ മറച്ചു വെച്ചത്? അതെനിക്കിപ്പോൾ അറിയണമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും വിജയലക്ഷ്മി സുബ്രഹ്മണ്യം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുകിപ്പോയി എന്ന് വേണം പറയാൻ. ഗീതു പറഞ്ഞു, ദേ നിങ്ങളോടാണ് ഞാൻ ചോദിച്ചത്, ഇവള് ഗോവിന്ദേട്ടൻ്റെ അനിയത്തിയാണെന്ന് എന്തുകൊണ്ട് എന്നോട് നിങ്ങൾ പറഞ്ഞില്ല? ഇത്രയും നാൾ എന്തുകൊണ്ട് എന്നിൽ നിന്ന് മറച്ചു വെച്ചു? ബാംഗ്ലൂർ മുതൽ ഞാനിത് അറിയാൻ വേണ്ടി നിങ്ങളുടെ പുറകെ നടന്നതാ. എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്കറിയണം, സത്യങ്ങളൊക്കെ എനിക്കറിയണം. എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെച്ചത്? ഇവിടെ വന്നതിന് ശേഷവും എത്ര തവണ ഞാൻ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ ഗോവിന്ദനുമായിട്ടുള്ള ബന്ധമെന്ന്. അപ്പം നീ പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് എന്നെ ഇട്ട് വട്ടം ചുറ്റിച്ചില്ലേ നിങ്ങൾ? അല്ലാതെ നിങ്ങൾ എന്താ ചെയ്തത്? അവിടെയും എന്നെ നിങ്ങൾ വെറും ഒരു കോമാളിയാക്കി. ഒടുവിൽ വിജയലക്ഷ്മിയും മോളായ രഞ്ജുവും തമ്മിലെ പിണക്കം അവസാനിച്ചാൽ നിങ്ങൾ ഒന്നായ രഹസ്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു. അതിനുവേണ്ടി ഞാൻ എത്ര ബുദ്ധിമുട്ടിയെന്ന് നിങ്ങൾക്കറിയാമോ? പലതവണ സംസാരിച്ച് ധ്യാനിനെ ഞാൻ ഇവിടെ എത്തിച്ചു. ഇവരെ തമ്മിൽ ഞാൻ ചേർത്ത് വെച്ചു. എന്നിട്ട് അവിടെയും ഞാൻ തോറ്റുപോയില്ലേ? എനിക്കറിയണം സത്യങ്ങളൊക്കെ എനിക്കിനി അറിയണം. അപ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജു പറഞ്ഞു, ഗീതു സമാധാനമായിട്ടിരിക്കുക, അതൊക്കെ സംഭവിച്ചു പോയി. ദേ നിന്നോടാ പറഞ്ഞ് മാറി നിൽക്കാൻ. നീ എന്നോടൊന്നും പറയണ്ട. എനിക്ക് ആദ്യം ശിക്ഷ കൊടുക്കാനുള്ളത് ദേ ഇവർക്ക് എനിക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ. എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് വിജയലക്ഷ്മിയുടെ കയ്യിൽ അങ്ങോട്ട് പിടിച്ചിട്ട് വലിച്ചോണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ ദേവിയുടെ മൂകാംബികയുടെ ആ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ കൊണ്ട് നമ്മുടെ ഗീതു വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിനെ നിർത്തി. അതെന്തിനായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ വിജയലക്ഷ്മി ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് മൂകാംബികേനെയാണ്. അങ്ങനെ നമ്മുടെ ഗീതു അവിടെ ചെന്ന് നിന്ന ഉടനെ തന്നെ ഒരു വെറ്റിലയും അടക്കയും പാക്കൊക്കെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ദക്ഷിണ കൊടുക്കുമല്ലേ, അതുപോലെ അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമ്മുടെ വിജയലക്ഷ്മിയുടെ നേരെ ഇങ്ങനെ നീട്ടി കേട്ടോ. ഏതായാലും വിജയലക്ഷ്മി അതിശയിച്ചു പോയി, നമ്മുടെ രഞ്ജു അതിശയിച്ചു പോയി, ഈ കാണുന്ന പ്രേക്ഷകരായി നമ്മളും അതിശയിച്ചു പോകും. ഇതെന്താണ് കാണിക്കുന്നതെന്ന്. ഏതായാലും നമ്മുടെ വിജയലക്ഷ്മി ഇത് കണ്ട ഉടനെ തന്നെ ചിരിക്കുക ചെയ്ത്. വേറെ ഒന്നുമല്ല, ദക്ഷിണയും അടയ്ക്കയും ആ ഒരു വെറ്റിലയൊക്കെ വെക്കുന്നത് നമ്മുടെ ഗീതു മരുമകളാണല്ലോ. അപ്പം ഇനി അങ്ങനെ ചെയ്യണമല്ലോ. അതായത് എന്താ പറയുക, അതിനെന്തോ പറയൂല്ലോ, ഞാൻ മറന്നും പോയി. ദക്ഷിണ കൊടുക്കുന്നതാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ഗീതു വിജയലക്ഷ്മിയുടെ കാലിലേക്ക് അങ്ങ് വീണു, സ്വന്തം അമ്മായിയമ്മയുടെ കാലിലേക്ക് അങ്ങ് വീണു. അപ്പം പെട്ടെന്ന് നമ്മുടെ വിജയലക്ഷ്മി മോളെ നീ കരയരുത്, നീ എണീക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗീതുവിനെ കൈപിടിച്ച് എണീപ്പിക്കുകയാണ് വിജയലക്ഷ്മി. ഗീതു ചോദിച്ചു, ഇതെന്താ എന്നോട് നേരത്തെ പറയാതിരുന്നതെന്ന്. അപ്പോഴത്തേക്കും വിജയലക്ഷ്മി അത് മോളെ, അത് പിന്നെ ഞാൻ ഇതറിയുമായിരുന്നെങ്കിൽ എൻ്റെ അമ്മേനെ എൻ്റെ സ്വന്തം അമ്മയായിട്ട് കാണില്ലായിരുന്നോ, സ്നേഹിക്കില്ലായിരുന്നോ? പക്ഷേ ഇതൊക്കെ അറിയാൻ വൈകിപ്പോയത് കൊണ്ടല്ലേ അമ്മേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വിജയലക്ഷ്മിനെ കെട്ടിപ്പിടിച്ചു കേട്ടോ. ഇതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്ക് നീ മോള് തന്നെയല്ലേ, ഞാൻ നിന്നെ മോളെപ്പോലെയല്ലേ സ്നേഹിച്ചത്. ദേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ എത്രയധികം സ്നേഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാലോ. പക്ഷേ ഞാനിതൊന്നും പറയാതിരുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന് വിള്ളലുണ്ടാകുമോ എന്നൊക്കെ ഓർത്തിട്ടാ. ദേ നമ്മൾ തമ്മിൽ വെറും സ്നേഹമല്ല, ആത്മബന്ധമുള്ളത്, ആത്മബന്ധവും ദേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഴത്തിൽ കിടക്കുന്ന ബന്ധം എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജുവിനെയും ഗീതുവിനെയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കാട്ടോ വിജയലക്ഷ്മി. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, നമ്മളെല്ലാവരും ഒത്തിരി കാത്തിരുന്ന നിമിഷം തന്നെ ആയിരുന്നു ഇത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വിരാമം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക മുടങ്ങാതെ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷമായിട്ട് കാണാം. പിന്നെ മറക്കരുത്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.